ഇതെങ്ങനെയാ ഈ വിളക്കപ്പ് അണഞ്ഞേ? എന്തോ ഒരു ദുസൂചനയാണല്ലോ മേ. കത്തിക്കൊണ്ടിരുന്ന വിളക്ക. നിമിത്തങ്ങൾ തള്ളിക്കളയാൻ പാടില്ലെന്നാ പറയ. നിങ്ങളൊന്ന് ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് അഡ്വാൻസ് ആയിട്ട് തിരിച്ചു പോകാമായിരുന്നു. ഫംഗ്ഷൻ ഇനി 5 ദിവസമേ ഉള്ളൂ. ഓ ശരി സാർ, ഞങ്ങൾ വരാം, നമുക്ക് സംസാരിക്കാം. സാർ ലൊക്കേഷൻ ഒന്ന് അയക്കാമോ? അത് ഞാൻ ഇപ്പൊ തന്നെ അയക്കാം. നിങ്ങൾ അധികം ലേറ്റ് ആകണ്ട കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാനുള്ളതാ. ഇല്ലില്ല, ഞങ്ങൾ ലേറ്റ് ആവില്ല, ഞങ്ങൾ വന്നോളാം. സാർ ലൊക്കേഷൻ ഒന്ന് അയക്കണം. ശരി. അതെ, ഒരു നല്ല ന്യൂസ് ഉണ്ട്. നമുക്ക് ഒരുവിധം കൊള്ളാവുന്ന ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 100 പേർക്കുള്ളതാ. ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് സാറേ, അവർ കൃത്യമായിട്ട് എത്തും. സാറാ, സദ്യയുടെ ഓർഡർ ആയതുകൊണ്ട് അവള് തനിച്ചായിരിക്കും വരുന്നത്. പറഞ്ഞോ, എങ്ങനെയാ കൊല്ലേണ്ടത്? എങ്ങനെ ജീവനെടുത്താലാണ് നഷ്ടപ്പെട്ട അഭിമാനം സാറയ്ക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്? അവള് വരട്ടെ ചന്ദ്രശേഖർ. നമ്മളിനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അവളല്ലേ തീരുമാനിക്കുന്നത്. വരുണിനെതിരെ യുദ്ധം ചെയ്യുന്നതിൽ എളുപ്പമാണ് രാധിക അങ്ങ് തീർക്കുന്നത്. പ്രിയപ്പെട്ടവള് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുൺ ആ വേദനയും ചുമന്നുകൊണ്ട് നടക്കുന്നവനായിരിക്കും. വേറെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടോ സാറാ? വേറൊന്നും ചെയ്യണമെന്നില്ല. രാധികയുടെ മരണത്തിനപ്പുറം വരുണിന് വേറൊന്നിനും ശേഷിയുണ്ടാവില്ല. അവനെ കൊല്ലുകയോ കൊല്ലാതിരിക്കുകയോ അത് നമ്മുടെ ഇഷ്ടം. പക്ഷെ നമ്മുടെ ഈ പ്ലാനിങ് ഒരിക്കലും ഒരു പരാജയമാവാൻ പാടില്ല. എങ്ങനെ പരാജയപ്പെടാനാ? ഒരേ ഒരു കാര്യം മാത്രമേ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായി സംഭവിക്കാനുള്ളൂ. രാധിക വരുമ്പോൾ ചിലപ്പോൾ അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ട ജോലിക്കാരിയെ കൂടെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. സാരയില്ല, രാധികയ്ക്ക് മരണാനന്തര ലോകത്തും ഒരു കൂട്ടുകാരി ഉണ്ടാവട്ടെ, അല്ലേ? സാർ, പിന്നെ ഞാൻ അങ്ങോട്ട് താമ്പിക്കോ, ഞങ്ങൾ പുറകെത്താം. ശരി സാർ. എന്തു പറ്റി സാറ്? ഞാൻ അയാളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. അയാൾ ശരിക്കും പാവമാണോ? ഒരിക്കലുമല്ല. പക്ഷേ പാവമായി അഭിനയിക്കാൻ അയാൾക്കറിയാം. പെട്ടെന്നൊന്നും ആരും പിടിക്കാത്ത രീതിയിൽ. ചിലപ്പോ ചതിക്കാനൊക്കെ തോന്നും ഇത്തരക്കാർക്ക്. അങ്ങനെ വന്ന തെരുവ് പട്ടികൾ തിന്നു തീർക്കണം ഇത്തരക്കാര്. സാറാ, ജയിലിൽ കിടന്നപ്പോ മനസ്സൊന്നുകൂടി ഉറച്ചു. സാറയുടെ ചിത്രങ്ങൾ ഇനി ശരിക്കും പേടിക്കണം. ഭഗവാനെ, ഒരു വലിയ വീഴ്ചയ്ക്ക് ശേഷം ഒന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുക. ഇതോടെ പരാജയപ്പെട്ട പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമില്ല. കാത്തുരക്ഷിക്കണേ. നമ്മൾ ഇതുവരെ നന്മയുടെ വഴിവിട്ട് നടന്നിട്ടില്ലല്ലോ മോളെ. അങ്ങനെ ഇല്ലാത്തിടത്തോളം കാലം വലിയൊരു തോൽവി നമുക്കുണ്ടാവില്ല. പിന്നെ ചെറിയൊരു തട്ടും തലോടലും ഒക്കെ അത് എവിടെയും ഉള്ളതല്ലേ, അല്ലേ യശോദേ? അതെ അമ്മേ. അയ്യോ മോളെ, ഇതെങ്ങനെയാ ഈ വിളക്കപ്പ് അണഞ്ഞേ? എന്തോ ഒരു ദുസൂചനയാണല്ലോ മേ. കത്തിക്കൊണ്ടിരുന്ന വിളക്ക. നിമിത്തങ്ങൾ തള്ളിക്കളയാൻ പാടില്ലെന്നാ പറയ. അതും ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥയിൽ. മോളെ,
പോകാതിരിക്കാൻ പറ്റില്ല മുത്തശ്ശി. എങ്കിൽ നീ തനിച്ചു പോവണ്ട. അവരാരെങ്കിലും ഒന്ന് കൂട്ടിയിട്ട്. അല്ല, വേണ്ടമ്മേ, ഞാൻ കൂടെ പൊക്കോളാം. ഇതിപ്പോ നന്നായത്. രണ്ടുപേരും കൂടി ഇതൊരു വലിയ പ്രശ്നമാക്കി എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? അമ്മ ഞാൻ പോയിട്ട് വന്നോളാം. അമ്മ ഞാൻ ഇറങ്ങാം. മുത്തശ്ശി വന്ന്. എന്തു പറ്റി? എല്ലാവരുടെയും മുഖത്തൊരു ചെറിയ ടെൻഷൻ. അതൊരു കാര്യമുണ്ട്. ഒരു നല്ല ന്യൂസ് ഉണ്ട്. നമുക്ക് ഒരുവിധം കൊള്ളാവുന്ന ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 100 പേർക്കുള്ളതാ. ഓ, അപ്പൊ അതാണ് ലക്ഷണം പഴച്ചു. അമ്മയുടെയും മുത്തശ്ശിയുടെയും മുഖം അടിക്കുന്നതിന് കാരണം അതല്ലേ? ഇപ്പൊ രണ്ടുപേരുടെയും പ്രോബ്ലം എന്താ? രാധിക തനിച്ച് പോകാൻ പാടില്ല. രാധികയ്ക്ക് ഒരു സെക്യൂരിറ്റി വേണം. ഉണ്ടല്ലോ. രാധികയ്ക്ക് ഫുൾ സെക്യൂരിറ്റി കൊടുക്കാൻ ഒരുത്തന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുമല്ലേ? അയ്യോ, വരണ്ട. ഇനിയിപ്പോ ഞാൻ വരണം വേണ്ടി വന്ന് താൻ തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഭാര്യ ഒരു സ്ഥലത്ത് സുരക്ഷിതമായിട്ട് പോയി വരണം എന്നുള്ളത് എന്റെ ആവശ്യമാണ്. അത് ഞാൻ ചെയ്തോളാം. ഓക്കെ? എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. ഇനിയിപ്പോ പേടിയൊന്നുമില്ല രണ്ടുപേർക്കും. മോൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ഇവളെ കാത്തുരക്ഷിക്കുന്ന കൃഷ്ണഭഗവാനല്ലേ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കൊണ്ടുപോയിക്കോ. എവിടേക്കാന്ന് വെച്ചാ കൊണ്ടുപോയി കാത്തുരക്ഷിക്കേ. ഓർഡറും വാങ്ങിച്ച് ആ വഴിക്ക് പോവുക രണ്ടും കൂടി. തിരിച്ചിങ്ങോട്ടെത്തില്ലേ? ഇപ്പൊ വരാം മുത്തശ്ശി. കൃത്യസമയത്താ വരുൺ വന്നത്. അല്ലെങ്കിൽ ഇന്നു കുറച്ച് തീ തിന്നുമായിരുന്നു അല്ലേ യശോദേ? സത്യാമ്മേ, പണ്ടേ ധൈര്യമില്ല. ഇപ്പോ കൈയും കാലും മനസ്സും വിറയ്ക്കുന്നതല്ലാതെ ധൈര്യം എന്നുള്ള വാക്ക് പോലും വരില്ല. എന്താ ചെയ്യാ?